ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഷോപ്പിംഗ് വ്ലോഗാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഷോപ്പിംഗ് വ്ലോഗാണ്. അസുമോൾക്കും ലിസുമോൾക്കും പെരുന്നാൾക്കൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. അപ്പോൾ അവരിത് അവിടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അവരെല്ലാവരും. അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോൾ ഇന്ന് അസുമോളുടെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അവൾ. അപ്പോൾ ഇനി അവളെ അങ്ങോട്ട് തന്നെ അവളെ ഉമ്മയുടെ വീട്ടിൽ തന്നെ കൊണ്ടുവയ്ക്കണം. അപ്പോഴേക്കും പെരുന്നാൾക്കും കൂടിയുള്ള ഡ്രസ്സും കൂടി എടുത്തിട്ട് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കടയിലെത്തിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണയിലുള്ള മോജോ മോക്സിന്നാണ് എപ്പോഴും ഇവർക്ക് ഡ്രസ്സ് എടുക്കാറുള്ളത്. അവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. ലിസുമോള് ബർത്ത്ഡേക്കും അതുപോലെ തന്നെ കഴിഞ്ഞ ഈദിനൊക്കെ അവിടെ തന്നെയാണ് അവർക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ബേബിക്ക് ഇതേപോലത്തെ ഒരു ഷൂ മേടിച്ചു. എനിക്കിത് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ഒന്ന് എടുത്തതാണ്. ബേബിക്ക് നമ്മൾ റോംബർ എടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കുള്ള കളക്ഷൻസ് ഇവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബേബിക്ക് വേറെ ഷോപ്പിൽ പോയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ബേബിക്ക് നമ്മൾ പെരിന്തൽമണ്ണ പുതിയത് ഓപ്പൺ ആയിട്ടുള്ള ക്രിപ്പീസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അവിടെ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏതാ എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷനായി പോവും. അത്രയ്ക്കും നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ റോംബേഴ്സ് ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ. അതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ ബേബിക്ക് ഇവിടെ നിന്നാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ കാണിക്കുന്ന ഡ്രസ്സല്ല കേട്ടോ ബേബിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. വേറെ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. പിന്നെ നമ്മുടെ ബേബി പെരുന്നാൾക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് കാണിക്കാമല്ലേ. അപ്പോൾ അസൂനും ലിസൂനും ഞാൻ നേരത്തെ കാണിച്ച ഡ്രസ്സ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ലിസൂന് ബാലവാടിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. ഓടിക്കോ.
അപ്പോൾ അവളുടെ പുതിയ ചെരുപ്പിട്ടിട്ടുള്ള ഷോ എല്ലാവരും കണ്ടല്ലോ. അത് കണ്ട് ഇഷ്ടമായിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് കൊടുത്തതായിരുന്നു കേട്ടോ ഈ ഒരു പേഴ്സ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ പുറത്തിറങ്ങിയാൽ നല്ല വിശപ്പിൻ്റെ അസുഖമുള്ള ആൾക്കാരാണ് അസും ലിസും. നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് ടൗണിലൊന്നും എത്തിയിട്ടുണ്ടാവില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ അവർക്ക് വിശക്കൽ തുടങ്ങിയിട്ടുണ്ടാവും പുറത്തത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് എത്തി. എല്ലാവർക്കും വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ലിസുമോള് നല്ല ഉറക്കമാണ് കേട്ടോ. ഇന്ന് അസുമോള് വന്നതോട്ട് തന്നെ അവൾ ഉച്ചക്കൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതോട്ടാണ് പെട്ടെന്ന് ഉറങ്ങിയത്. ഇനി അസുമോള് നമ്മൾ താത്താടെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ബേബിനെ കാണണ്ടേന്ന് ചോദിച്ചതോടുകൂടെ തന്നെ ആൾ ചാടി നീച്ചു കേട്ടോ ബേബിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബേബിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഞാനിനി ഈദിന് ഇട്ടിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ നിന്ന്. പക്ഷേ ലിസമോൾ സമ്മതിച്ചില്ല കേട്ടോ. അവൾക്കത് കണ്ടപ്പോൾ ബേബിക്ക് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇതേ ഹെയർ ബാൻഡും ഷൂസും ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് എല്ലാം സന്തോഷമായി കേട്ടോ. അവളെപ്പോഴും അങ്ങനെയാണ്, ബേബിക്ക് ഡ്രസ്സ് എടുത്ത് വന്നാൽ അത് അപ്പം ഇട്ട് കൊടുക്കണം. ഇനി ഞങ്ങളിത് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ടൈം ഒരുപാടായി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.